നമസ്കാരം. ഇന്നത്തെ വിഷയവും SSLC പരീക്ഷയും റിസൾട്ടും ഒക്കെ തന്നെയാണ്. നമുക്കറിയാം, പൊതുവെ എ പ്ലസ് ഫുൾ എ പ്ലസ്സുകാരുടെ എണ്ണം 61,000-ൽ നിന്ന് 30,000 ചില്ലറയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുൾ എ പ്ലസ്സുകാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും പകുതിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കേരളത്തിൽ മുഴുവൻ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ക്വസ്റ്റ്യൻ പാറ്റേണിലെ വ്യത്യാസം കുട്ടികളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മാത്രം ഫുൾ എ പ്ലസ് കിട്ടിയില്ലല്ലോ, എൻ്റെ ഗ്രേഡ് കുറഞ്ഞു പോയല്ലോ എന്നാരും ചിന്തിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആനുപാതികമായിട്ടുള്ള ഗ്രേഡ് വെച്ചിട്ട് നമുക്ക് +1 അപേക്ഷ കൊടുത്താൽ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ എ പ്ലസ് തന്നെ വേണമെന്ന് ഇല്ല. ഓക്കെ, ഞാനിത് ഈ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്. റീവാലുവേഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അത് ഇനി ഒരിക്കൽ കൂടി അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും ഞാൻ പറയാം. ഇനി പിന്നെ ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ സൂക്ഷ്മ പരിശോധന, എങ്ങനെയാണ് അത് ചെയ്യുക, എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ഇനി കിട്ടിയ മാർക്ക് ഒരിക്കലും കുറയില്ല. അത് റീവാലുവേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് ഇപ്പോൾ 32 മാർക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് റീവാലുവേഷൻ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ 29ആയി. അപ്പോൾ ആ 29 നമ്മൾ പരിഗണിക്കില്ല, 32 തന്നെ അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഗ്രേഡ് കുറയുന്ന പ്രശ്നമേ ഇല്ല ഒരിക്കലും. 2 അധ്യാപകരും നോക്കും. 2 അധ്യാപകർ നോക്കിയപ്പോൾ ലഭിക്കുന്ന മാർക്കിന്റെ ശരാശരിയാണ് മാർക്കായിട്ട് വരിക. അത് സോഫ്റ്റ്വെയറിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഒന്നും നമ്മൾ റീവാലുവേഷൻ നടക്കുന്ന സ്ഥലത്ത് രണ്ടുപേരും കൂടെ കൂട്ടി ആവറേജ് കാണും, ഒന്നും വേണ്ട, അപ്ലോഡ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അങ്ങനെയാണ്. എത്ര വിഷയങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കാം. അതായത് 9 വിഷയങ്ങൾക്കും നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. IT-ക്ക് റീവാലുവേഷൻ ഇല്ല. എ പ്ലസ് കിട്ടിയാലും കൊടുക്കാം. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എ പ്ലസ് കിട്ടിയിട്ടും റീവാലുവേഷന് കൊടുക്കുന്ന ചിലരുണ്ട്. നേരിട്ട് കാണുന്നുണ്ടോ ഇത് പറയുന്നത്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ നമുക്കിപ്പോൾ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ് നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്ക്, ഇപ്പം നമുക്ക് ഗ്രേഡുള്ള സർട്ടിഫിക്കറ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ 500 രൂപയൊക്കെ ഫീസ് അടച്ചാൽ നമുക്ക് മാർക്കുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. മാർക്ക് ലിസ്റ്റ്, ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്ക് അടങ്ങിയ ഒരു മാർക്ക് ലിസ്റ്റ് നമുക്ക് ഫീസ് അടച്ചാൽ ഇപ്പോൾ കിട്ടില്ല. അതൊരു 3 മാസത്തിന് ശേഷം അപേക്ഷിച്ചാൽ അത് കിട്ടും. അല്ലാതെ നമുക്ക് കിട്ടുന്ന SLC സർട്ടിഫിക്കറ്റിൽ എന്തേ ഉള്ളൂ? ഗ്രേഡുകൾ മാത്രമേ ഉള്ളൂ, മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ എ പ്ലസ്സുകാർ ഒരു റീവാലുവേഷന് കൊടുത്താൽ ചിലപ്പോൾ മാർക്ക് കൂടിയാൽ ആ കൂടിയ മാർക്കിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടും പിന്നീട്. അതുകൊണ്ടാണ് ഫുൾ എ പ്ലസ്സുകാർ വീണ്ടും എന്ത് കൊടുക്കുന്നത്? റീവാലുവേഷൻ കൊടുക്കുന്നത്. അവിടെ ഗ്രേഡ് മാറുന്നില്ല ഒരിക്കലും. എ പ്ലസ് പിന്നെ അതിന് മേലെ ഒരു ഗ്രേഡ് ഇല്ലല്ലോ, പക്ഷെ മാർക്ക് മാറുന്നുണ്ടാവും. ആ മാർക്ക് മാറുന്നതിന്റെ ഒരു ആനുകൂല്യം കിട്ടിയാൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് മിക്കവാറും പേര് കൊടുക്കാൻ സാധ്യത. അതുകൊണ്ടാണ് അത് നടക്കുന്നത്. നമുക്ക് 400 രൂപയാണ് ഫീസ്. ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ 400 രൂപ തിരിച്ചു കിട്ടും. ഏത് ഗ്രേഡ്, താഴെയുള്ള ഒരു ഗ്രേഡ് മുകളിലുള്ള ഗ്രേഡിലേക്ക് മാറിയാലും ഈ ഡി ആയാൽ കിട്ടും, D+ ആയാൽ കിട്ടും, D+ B+ ആയാൽ കിട്ടും. അങ്ങനെ ഏത് സ്റ്റെപ്പ് അപ്പിലും ഒരു ഗ്രേഡ് പോലും മേലേക്ക് കയറിയാൽ നമുക്ക് ഈ 400 രൂപ തിരികെ ലഭിക്കും. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് പറയാനുള്ളത് വേറെ അതിൽ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഞാൻ എല്ലാ കാര്യവും ഈ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട റീവാലുവേഷൻ എങ്ങനെ അപേക്ഷിക്കണം അതൊക്കെ പിന്നീട് പറയാം. നാളെ മുതൽ, അതായത് മെയ് 16 മുതൽ മെയ് 21 വൈകുന്നേരം 5 മണി വരെയാണ് സമയം. നാളെ തന്നെ അപേക്ഷിക്കേണ്ടതില്ല. നമ്മൾ നന്നായിട്ട് ആലോചിച്ച് ഏതൊക്കെ വിഷയങ്ങൾക്ക് ഞാൻ റീവാലുവേഷന് കൊടുക്കണം, ഏതൊക്കെ വിഷയങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിക്കണം, ഇതൊക്കെ ആലോചിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. നാളെ തിരക്ക് കൂട്ടണ്ട. 21-ാം തീയതി വൈകുന്നേരം, മെയ് മാസം 21-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. 22-ാം തീയതി 5 മണിക്കാണ് ഈ ബന്ധപ്പെട്ട സ്കൂളിലെ ഹെഡ്മാസ്റ്റർ കൺഫർമേഷൻ നടത്തുന്നത്. അപ്പോൾ 21-ന് വൈകുന്നേരം 5 മണി വരെയാണ് കുട്ടികൾക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള സമയം. ഒരു പേപ്പറിന്, ഒരു വിഷയത്തിന് 400 രൂപയാണ് റീവാലുവേഷന്റെ ഫീസ്. അടുത്തത് ഫോട്ടോസ്റ്റാറ്റിനെ പറ്റിയാണ്. ഈ ഫോട്ടോസ്റ്റാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ ഉത്തര പേപ്പറിന്റെ മാർക്ക് ഇട്ടിരിക്കുന്നത് കാണണം. മാർക്ക് വല്ലതും കുറച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ മാർക്ക് ഇട്ടിരിക്കുന്നത്, എഴുതിയതൊക്കെ നോക്കിയിട്ടില്ലേ, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൃത്യം കിട്ടി എന്നറിയണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റിൽ മാർക്ക് അറിയാറില്ലല്ലോ. SLC സർട്ടിഫിക്കറ്റും വരുമ്പോൾ ഗ്രേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഈ ഉത്തര പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൃത്യം കിട്ടി എന്നുള്ള കാര്യം അതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഈ ഫോട്ടോസ്റ്റാറ്റിന്റെ ഒരു പ്രത്യേകത. ഈ ഫോട്ടോസ്റ്റാറ്റിന്റെ പ്രത്യേകത പറയുമ്പോൾ പല കാര്യങ്ങളും പറയേണ്ടിയിരിക്കുന്നു. റീവാലുവേഷനും ഫോട്ടോസ്റ്റാറ്റും കൂടി ഒരുമിച്ച് കൊടുക്കാം. ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ 200 രൂപയാണ് ഫോട്ടോസ്റ്റാറ്റിന്റെ ഒരു വിഷയത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കിട്ടണമെങ്കിൽ ഫീസ് 200 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. ഞാൻ എഴുതിയ പേപ്പറിൽ മാർക്ക് ഇട്ടിരിക്കുന്നു എന്ന് കാണണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിക്കുന്നത്. നമ്മൾ നിങ്ങളുടെ ഈ ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 200 രൂപയാണ് ഫീസ്, ഒരു വിഷയത്തിന്റെ ഫീസ്. 9 വിഷയങ്ങളുടെയും ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അപേക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഉത്തര പേപ്പർ യഥാർത്ഥത്തിൽ മൂല്യനിർണ്ണയം നടത്തിയ സെന്ററിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പേപ്പർ നോക്കിയിട്ടുള്ളത് പെൻസിൽ ഉപയോഗിച്ചാണ്. ആ മാർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല നിങ്ങളുടെ ഈ മാർക്കുകളൊക്കെ എടുത്തെഴുതിയിരിക്കുന്ന ഒന്നാമത്തെ പേജ്, അതായത് നിങ്ങൾ രജിസ്റ്റർ നമ്പർ ആദ്യം എഴുതി വിഷയമൊക്കെ എഴുതിയിരിക്കുന്ന ആ ആദ്യത്തെ പേജിൽ കുറെ കോളങ്ങളുണ്ട്. ടാബുലേഷൻ കോളം എന്നാണ് അതിന് പറയുന്നത്. ആ കോളത്തിൽ മാർക്കുകൾ എഴുതി കൂട്ടിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കാണാം. ഏത് ഗ്രേസ് മാർക്ക്? ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള ഗ്രേസ് മാർക്കുകൾ അവിടെ തന്നെ കൊടുക്കും. മറ്റേ സ്കൗട്ട് ആൻഡ് ഗൈഡ് SPC അതല്ല, അല്ലാതെ അതും അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതാണ് ഈ ടാബുലേഷൻ, അതായത് ഫ്രണ്ട് പേജിലേക്ക് മാർക്ക് എടുത്തെഴുതിയിട്ടുള്ളത് മഷി ഉപയോഗിച്ചാണ്. ഉള്ളിൽ പേപ്പർ ചോദ്യം ഉത്തരങ്ങൾ നോക്കി മാർക്ക് ഇട്ടിരിക്കുന്ന ഉള്ളിൽ പെൻസിൽ ഉപയോഗിച്ചിട്ടുമാണ്. ഒരിടത്ത് മഷിയും ഒരിടത്ത് പെൻസിലുമാണ്. അപ്പൊ ഇത് മുഴുവൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇപ്പൊ ടാബുലേഷൻ എന്ന് പറയുന്ന ഫ്രണ്ട് പേജിലേക്ക് ഓരോ ചോദ്യത്തിന്റെ കിട്ടിയ മാർക്കുകൾ നമ്മൾ എടുത്തെഴുതും. ഒന്നാമത്തെ ചോദ്യത്തിന് കിട്ടിയ മാർക്ക് അര, 2ന് 1, അങ്ങനെ ഫ്രണ്ട് പേജിലേക്ക് ഓരോ കോളത്തിലും എടുത്തെഴുതിയിട്ടാണ് പിന്നെയും കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ ബന്ധപ്പെട്ട സെന്ററിൽ നിന്ന് അവിടെയുള്ള ക്യാമ്പ് ഓഫീസർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു സ്കൂളിലേക്കുള്ള എല്ലാ ഫോട്ടോസ്റ്റാറ്റും കൂടി നിങ്ങളുടെ സ്കൂളിലെ, നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു കൊടുക്കുക ചെയ്യാം. നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനാണ് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു കൊടുക്കുന്നത്. ആ ഹെഡ് മാസ്റ്റർ നിങ്ങൾക്ക് തരും. അങ്ങനെ അതിന്റെ രീതി അങ്ങനെ. നിങ്ങളുടെ അഡ്രസ്സ് ഒന്നും അവിടെ പരിശോധിക്കുന്നില്ല. നിങ്ങൾക്ക് നേരിട്ടല്ല അയച്ചു തരുന്നത്, നിങ്ങളുടെ സ്കൂളിലേക്കാണ് അയച്ചു തരുന്നത്. അപ്പോൾ 200 രൂപയാണ് ഫീസ്. ഈ വർഷം 200, കഴിഞ്ഞ വർഷമൊക്കെ 200 ആണ്. ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയത്തിന്റെ ഫോട്ടോസ്റ്റാറ്റിനും റീവാലുവേഷനും ഒരുമിച്ച് കൊടുക്കാം. ഫോട്ടോസ്റ്റാറ്റിനും കൊടുക്കാം, റീവാലുവേഷനും കൊടുക്കാം. അല്ല റീവാലുവേഷൻ മാത്രമേ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എല്ലാ വിഷയങ്ങളുടെയും ഫോട്ടോസ്റ്റാറ്റും എല്ലാ വിഷയങ്ങളുടെയും റീവാലുവേഷന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. 9 വിഷയത്തിന്റെയും ഫോട്ടോസ്റ്റാറ്റും 9 വിഷയത്തിന്റെയും റീവാലുവേഷനും ഒരുമിച്ച് അപേക്ഷിക്കാം. അല്ല 4 വിഷയം റീവാലുവേഷനും അതിലെ 2 വിഷയത്തിന്റെ ഫോട്ടോസ്റ്റാറ്റും വേണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫോട്ടോസ്റ്റാറ്റ് മാത്രം മതി, എനിക്ക് റീവാലുവേഷൻ വേണ്ട, മുഴുവനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനാണ് ഞാൻ തീരുമാനം, അങ്ങനെ ചെയ്യാം. അല്ല 2 വിഷയങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് മാത്രം മതി, അങ്ങനെയും ആവാം. ഇനി ഫോട്ടോസ്റ്റാറ്റ് എനിക്ക് തീരെ വേണ്ട, റീവാലുവേഷൻ മാത്രം മതി, അങ്ങനെ റീവാലുവേഷൻ മാത്രമാണെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ട് അതും കൊടുക്കാവുന്നതാണ്. അതിലും ഒരു തടസ്സമില്ല. ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇനി എല്ലാ വിഷയത്തിനും A+ കിട്ടിയ ഒരു കുട്ടി, അങ്ങനെയുണ്ടല്ലോ. എല്ലാ വിഷയത്തിനും A+ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഫുൾ A+ കിട്ടിയ കുട്ടികളും അവരുടെ പേപ്പർ ഒന്ന് കാണാൻ വേണ്ടി പേപ്പറിന്റെ ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. കാരണം A+ കിട്ടിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ആകെ എത്ര മാർക്ക് കിട്ടിയിരുന്നു, ഞാൻ എങ്ങനെ എഴുതിയ ആ പേപ്പറിൽ എങ്ങനെയാണ് അധ്യാപകർ മാർക്ക് ഇട്ടിരിക്കുന്നതെന്നും
അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ A+ കിട്ടിയ കുട്ടികളും ഫോട്ടോസ്റ്റാറ്റിന് മാത്രമായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. A+ കിട്ടിയ കുട്ടികൾ റീവാല്യുവേഷനും അപ്ലൈ ചെയ്യാറുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിഷയവും ആവാം, എത്ര വിഷയത്തിന് അപേക്ഷിക്കാം. ഒരു കണ്ടീഷനേ ഉള്ളൂ, എത്ര വിഷയങ്ങൾക്കാണോ നമ്മൾ ഏതിനൊക്കെ അപേക്ഷിക്കുന്നത് അത്രയും അതിൻ്റെ ഫീസ് നമ്മൾ അടയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സൂക്ഷ്മ പരിശോധനയെ പറ്റിയാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ഫീസ് 50 രൂപയാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സൂക്ഷ്മ പരിശോധനയിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം. അതായത് എല്ലാ ചോദ്യങ്ങൾക്കും മാർക്ക് ഇട്ടിട്ടുണ്ടോ ഒരെണ്ണം, മാർക്കുകൾ കൂട്ടിയിട്ടത് ശരിയാണോ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂക്ഷ്മ പരിശോധനയിൽ പരിശോധിക്കുകയുള്ളൂ. അതായത് ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയിട്ട് അതിന് മാർക്ക് ഇടാതെ ഉണ്ടോ എന്ന് നോക്കും. രണ്ടാമത്തത്, ഈ മാർക്കുകളെല്ലാം കൂടി കൂട്ടിയപ്പോൾ തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. യാതൊരു കാരണവശാലും നോക്കിയ ഉത്തരത്തിലെ ആ മാർക്ക് അത്ര മതിയോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സൂക്ഷ്മ പരിശോധന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റീവാല്യുവേഷൻ കൊടുക്കുന്ന ഒരു കുട്ടി അതിൻ്റെ ആ പേപ്പറിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് യാതൊരു കാരണവശാലും കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ, റീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നോക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അതിൽ വരും. മാർക്ക് ടോട്ടൽ ചെയ്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ വരും. പിന്നെ ഏതെങ്കിലും ചോദ്യത്തിന് മാർക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അത് ആ ചോദ്യം വീണ്ടും നോക്കും. അപ്പോൾ റീവാല്യുവേഷൻ കൊടുക്കുന്ന ഒരു വിഷയത്തിന് യാതൊരു കാരണവശാലും സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കേണ്ടതില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കഴിവതും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാർക്ക് കുറയാറ് സാധാരണ വളരെ റെയറാണ്. 99% അങ്ങനെ ഉണ്ടാവാറില്ല. ഒന്നുകിൽ ഈ രണ്ട് അതേതൊക്കെ, ഏതെങ്കിലും ചോദ്യത്തിന് മാർക്ക് ഇടാതിരിക്കുക, അല്ലെങ്കിൽ കൂട്ടിയിട്ടപ്പോൾ തെറ്റിപ്പോവുക. ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് സൂക്ഷ്മ പരിശോധന. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു വിഷയത്തിന് കൊടുക്കുന്നുണ്ട്, കഴിവതും അത് റീവാല്യുവേഷന് കൊടുക്കുന്നതാണ് നല്ലത്. സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല എങ്കിൽ, മാർക്ക് കൂട്ടിയിട്ടതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്കത് അനുവദിച്ചു കിട്ടും. അല്ല, ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മാർക്ക് ഇടാനുണ്ടെങ്കിൽ അവിടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ മാർക്ക് ഇട്ടു തരും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യുള്ളൂ. നോക്കിയ ഉത്തരത്തിന് നോക്കിയതിന് അതിന് ആ മാർക്ക് മതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കില്ല. അപ്പൊ കഴിവതും ഈ സൂക്ഷ്മ പരിശോധന നിങ്ങൾ അങ്ങ് ഒഴിവാക്കുക. അങ്ങനെ സൂക്ഷ്മ പരിശോധനയ്ക്ക് നിങ്ങളെ സാമ്പത്തികം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ കഴിവതും അത് റീവാല്യുവേഷന് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി റീവാല്യുവേഷന്റെ റിസൾട്ട് ആണ് വേറൊരു. ഫോട്ടോസ്റ്റാറ്റ് എപ്പോഴോ കിട്ടട്ടെ, റീവാല്യുവേഷന്റെ റിസൾട്ട് +1 ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പായിട്ട് വരും. അതിലൊരു സംശയവും വേണ്ട. റീവാല്യുവേഷൻ സാധാരണഗതിയിൽ ഇപ്പോൾ 21-ാം തീയതി നമ്പർ എല്ലാം ഓൺലൈനായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ പരീക്ഷാഭവനിൽ എല്ലാ രജിസ്റ്റർ നമ്പറുകളും എത്തും. ആ രജിസ്റ്റർ നമ്പറുകൾ പിറ്റേ ദിവസം തന്നെ എല്ലാ സെൻറ്ററുകളിലേക്ക് വിടും. ആ രജിസ്റ്റർ നമ്പർ ആ വിഷയം നോക്കുന്ന പേപ്പർ സെൻറ്ററുകളിലേക്ക് വിടും. അവിടെ വെച്ച് അവർ പേപ്പർ തപ്പിയെടുക്കും. റീവാല്യുവേഷന് ഒരു 3 ദിവസം തീരുമാനിച്ചിട്ടുണ്ടാവും. അതും സെൻട്രലൈസ്ഡ് ആണ് റീവാല്യുവേഷനും. അല്ലാതെ എപ്പോഴെങ്കിലും വന്നിരുന്ന് നോക്കില്ല, കൃത്യമായിട്ട് സെൻട്രലൈസ് ചെയ്തിട്ട് ഉള്ള റീവാല്യുവേഷനാണ് നടക്കാറ്. രണ്ടുപേരും നോക്കും. അത് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഏകജാലക സംവിധാനവും നമ്മളെ SLC മാർക്കുകളും തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് മാറ്റം വരുത്തിയാലും ആ സമയത്ത് ഏകജാലകത്തിലും മാറ്റം വരും. അപ്പം അതുകൊണ്ട് അതിലൊന്നും ഒരു സംശയം വേണ്ട. ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പ് റീവാല്യുവേഷൻ റിസൾട്ട്, ഒരു ദിവസം മുമ്പെങ്കിലും റീവാല്യുവേഷൻ റിസൾട്ട് വന്നിരിക്കും. ആ വന്ന റിസൾട്ട് കൂടുതലാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ ശരിയാവും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഈ റീവാല്യുവേഷനും ഫോട്ടോസ്റ്റാറ്റും സൂക്ഷ്മ പരിശോധനയും ഒരുമിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയുണ്ട്. അതിൽ വേണ്ടത് മാത്രം ടിക്ക് ഇടുക ചെയ്യുക നമ്മൾ. അത് വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതി പറഞ്ഞു തരാം. ഇനി നമ്മൾ ഇത് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് SSLCexam.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ റീവാല്യുവേഷൻ ബാർ ഫോട്ടോകോപ്പി ബാർ സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിലൂടെ നമുക്കിത് രജിസ്റ്റർ ചെയ്യാം.
ഈ രജിസ്റ്റർ നമ്പറും ജനനത്തീയതിയൊക്കെ നൽകുമ്പോൾ തന്നെ കുട്ടിയുടെ വിവരങ്ങളും ഗ്രേഡ് വിവരങ്ങളും എല്ലാം കാണാം. ഒരിക്കൽ കൂടി പരിശോധിച്ച് നമ്മൾ ഏതിനാ വേണ്ടതെന്ന് വെച്ചാൽ ടിക്ക് കൊടുക്കാം. അങ്ങനെ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് വിവരങ്ങൾ തിരുത്താം. ഓക്കെ ആണെങ്കിൽ കൺഫേം ചെയ്യാം. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം അതൊക്കെ ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതിന്റെ ഫോർമാറ്റ് കാണിച്ചിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിർബന്ധമായിട്ട് നിങ്ങൾ അക്ഷയ സെന്ററിൽ നിന്നോ അല്ലെ കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നോ എവിടുന്നാണ് ചെയ്തതെങ്കിലും നിങ്ങൾ അത് വെരിഫൈ ചെയ്യണം. അത് ഞാൻ ആഗ്രഹിച്ചത് കൊടുക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ അവിടെ കൺഫേം ചെയ്യാവുള്ളൂ. അതിനുശേഷം നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ ചെയ്തതിൻ്റെ പൈസ മാത്രം അവിടെ കൊടുക്കുക. ഈ 400 200 ഒക്കെ അടയ്ക്കേണ്ടത് നിങ്ങളുടെ സ്കൂളിലാണ്. ഈ പ്രിൻ്റ് ഔട്ടുമായിട്ട് നിങ്ങൾ സ്കൂളിൽ പോവുക. അവിടെയാണ് നിങ്ങൾ റീവാലുവേഷൻ്റെ ഫീസ് 400 രൂപ വെച്ച് അടയ്ക്കേണ്ടത്. ഫോട്ടോസ്റ്റാറ്റിൻ്റെ ഫീസ് 200 രൂപ വെച്ച്, സൂക്ഷ്മ പരിശോധന ഉണ്ടെങ്കിൽ അതിൻ്റെ 50 രൂപ വെച്ച് അടയ്ക്കേണ്ടത് ബന്ധപ്പെട്ട നിങ്ങൾ പഠിച്ച സ്കൂളിലാണ്. അപ്പം നിങ്ങൾ ഓൺലൈൻ ചെയ്തു, കമ്പ്യൂട്ടർ സെൻ്ററിൽ നിന്നോ അക്ഷയിൽ നിന്നോ ഓൺലൈൻ ചെയ്തു, നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ടും കിട്ടി. ഇതും കൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി എന്ന് വിചാരിക്കുക. പോയാൽ റീവാലുവേഷന് നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങൾ സ്കൂളിലെത്തി അതിൻ്റെ ഫീസ് അടയ്ക്കുമ്പോൾ മാത്രമേ അവിടെ ബന്ധപ്പെട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. A+കാർക്കും ഈ റീവാലുവേഷന് ഫോട്ടോസ്റ്റാറ്റിന് ഒക്കെ കൊടുക്കാം. റീവാലുവേഷൻ്റെ റിസൾട്ട് ഫസ്റ്റ് നമുക്കതല്ലേ വേണ്ടൂ. അതായത് +1 ഏകജാലകത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് റീവാലുവേഷൻ്റെ റിസൾട്ട് വരും. ഫോട്ടോസ്റ്റാറ്റ് ഏകദേശം റീവാലുവേഷൻ റിസൾട്ട് വരുന്ന ആ സമയത്ത് തന്നെ ഫോട്ടോസ്റ്റാറ്റും നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എടുത്ത് എത്തും. അതിലൊന്നും ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റിസൾട്ട് എപ്പോഴാണോ ദൈവമേ ഇനി വരിക, ഞാനിത് കൊടുത്തിട്ട് റിസൾട്ട് വരാൻ താമസിച്ചാൽ +1 അഡ്മിഷൻ എന്താവും, അന്നേരം ഇതാണോ ആ മാർക്കാണോ കൂട്ടുക, അതാണ് ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരിടത്തുനിന്നാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്ന പരീക്ഷാ ഭവനാണ്. അപ്പോൾ പരീക്ഷാ ഭവൻ്റെ ഗവൺമെൻറ് ഔദ്യോഗിക രീതിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഒന്ന് മറ്റതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വേറെ വേറെ ആൾക്കാരാണ് എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. എല്ലാം അത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിന് അറിയാം, പരീക്ഷാ ഭവനോ അല്ലെങ്കിൽ ഏകജാലക സംവിധാനത്തിന് അറിയാം കുട്ടികളുടെ റീവാലുവേഷൻ വരാനുണ്ട്, ആ റിസൾട്ട് വരാനുണ്ട്. ആ റിസൾട്ട് കൂടി വന്നിട്ട് മാത്രമേ അതിലേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുള്ളൂ. ഒന്നും പേടിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം. സംശയങ്ങളൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഫോർമാറ്റും കൂടി നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾ അത് കൊടുക്കുന്ന രീതി കൂടി ഞാൻ പറഞ്ഞു തരാം. ഒരൊറ്റ ആപ്ലിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ റീവാലുവേഷൻ വേണ്ട, റീവാലുവേഷൻ ടിക്കറ്റും, ഫോട്ടോസ്റ്റാറ്റ് വേണ്ട, ഫോട്ടോസ്റ്റാറ്റ്, സൂക്ഷ്മമായിട്ട് അങ്ങനെയാണ് പോകുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ മറുപടി തരാവുന്നതാണ്. ഓർമ്മിക്കുക, 16-ാം തീയതി മുതൽ 21-ാം തീയതി 5 മണി വരെയാണ് ഇതിനൊക്കെയുള്ള റീവാലുവേഷനും ഫോട്ടോസ്റ്റാറ്റിനും സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയം. ഓർമ്മിക്കേണ്ട കാര്യം, റീവാലുവേഷൻ വന്നതിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം, അപ്ലൈ ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം യാതൊരു കാരണവശാലും നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റിന് അപേക്ഷിച്ചാൽ കിട്ടില്ല. റീവാലുവേഷനോട് കൂടി ഫ്രണ്ട് പേജ് കീറി മാറ്റും. അപ്പോൾ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടില്ല. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ ഇപ്പം തന്നെ അപ്ലൈ ചെയ്യണം. നാളെ തന്നെ തിരക്ക് വെക്കണ്ട. ആദ്യം അപേക്ഷിച്ചാൽ ആദ്യം റിസൾട്ട് ഒന്നും വരില്ല. 17-ാം തീയതിയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നോ 21-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. സൈറ്റ് ജാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തിരക്ക് കൂട്ടണ്ടായിരുന്നു. നാളെ തന്നെ പോയി അത് എന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ സംശയങ്ങൾ, മാർക്ക് പോരാന്ന് തോന്നുന്നവരൊക്കെ ഈ മാർഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നെ കേട്ട എല്ലാവർക്കും